അതിനുശേഷം എല്ലാ പക്ഷികളും പ്രാവുകളെ കണ്ട് വളരെയധികം ദുഃഖത്തിലായി. ഈ ദുഷ്ടനായ ഗോൾഡിയെ എനിക്ക് ആദ്യമേ സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന്റെ മോശമായ നോട്ടം നമ്മുടെ കാട്ടിലാണ്. ഇനി നമ്മൾ ഇവനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അതിനായി നമ്മൾ കുറച്ചധികം ആലോചിക്കേണ്ടതായി വരും. എല്ലാ പക്ഷികളും നല്ലവണ്ണം പേടിച്ചിട്ടുണ്ടായിരുന്നു. ടീനു പക്ഷിയും നല്ല ആലോചനയിലായിരുന്നു. അവർ മണിക്കൂറുകളോളം ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു. പിന്നെ അവർക്കൊരു ഐഡിയ കിട്ടി. ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. അവൾ മുഴുവൻ പക്ഷികളോടും എന്താണ് പറഞ്ഞതെന്ന് അറിയില്ല. ഇത് കേട്ട എല്ലാവരും പരസ്പരം മുഖം നോക്കിയിരുന്നു. അടുത്ത ദിവസം ഗോൾഡി പരുന്ത് വന്നു. വൗ! രാവിലെ തന്നെ നല്ല ഫ്രഷ് മുട്ടകൾ തിന്നാൻ കിട്ടിയാൽ സൂപ്പർ ആയിരിക്കും. ഈ പക്ഷികൾ എന്നെ രാജാവായി അംഗീകരിക്കാൻ തയ്യാറല്ല. അതുവരെ ബലം പ്രയോഗിച്ച് എന്റെ കാര്യം നേടേണ്ടിയും വരും. അവൻ മുകളിൽ നിന്ന് നോക്കി മുന്നോട്ട് പോവുകയായിരുന്നു. ടീനു മൈനയോട് സംസാരിക്കുകയായിരുന്നു. അവരിരുവരും നീലഫലത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാമോ, നമ്മളെല്ലാവരും ഗോൾഡി പരുന്തിനെ കൊല്ലാൻ പോവുകയാണ്. എന്താ എന്താ പറഞ്ഞത്? നിങ്ങൾ ആ ഗോൾഡി പരുന്തിനെ കൊല്ലുവെന്നോ? ഇതെന്താണ്? എന്നെ കൊല്ലാനുള്ള പ്ലാനിംഗ് ആണോ? ഗോൾഡി ശബ്ദമുണ്ടാക്കാതെ ഒരു കൊമ്പിലിരുന്ന് അവരുടെ സംസാരം കേൾക്കുവാൻ തുടങ്ങി. നമ്മൾ എങ്ങനെയാണ് ആ ദുഷ്ടനായ ഗോൾഡിയെ കൊല്ലുക? അവൻ വളരെ ശക്തിശാലിയാണ്.